ഹായ്, ഞാൻ വന്നിരിക്കുന്നത് മൈക്കിൾ ജാക്സൻ്റെ ആൽബം ത്രില്ലർ എന്ന് പറഞ്ഞ ആൽബം. അതിനെപ്പറ്റി നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1982 ഇറങ്ങിയ ആൽബമാണ്. അന്നത്തെ ഏറ്റവും കളക്ഷൻ, അന്നത്തെ എന്നല്ല ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഒരു ആൽബം തന്നെയാണ് മൈക്കിൾ ജാക്സൻ്റെ ത്രില്ലർ ആൽബം. ഈ ആൽബത്തിനെ പറ്റി പിന്നെ കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സന് 8 ഗ്രാമി അവാർഡ്സ് ഒറ്റ ദിവസം തന്നെ 8 ഗ്രാമി അവാർഡ്സ് നൽകിയ ഒരു ആൽബമാണ് ഈ ആൽബം. പിന്നെ അതിൻ്റെ വർക്ക് വൈസും പിന്നെ അതിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റാണ്. ബില്ലി ജീൻ, ബീറ്റ് ഇറ്റ്, പിന്നെ ഈ ത്രില്ലർ എന്ന് പറഞ്ഞ സോങ്ങും ഇതൊക്കെ ഹെവി ഹിറ്റാണ്. ഒരു മൈക്കിൾ ജാക്സൺ ഫാൻ എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ത്രില്ലർ ആൽബം ഗംഭീര ആൽബം തന്നെയാണ്. ഇപ്പോൾ ആ ആൽബം ഇറങ്ങിയിട്ട് ഇപ്പോൾ 22-ൽ 40 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഒരു സ്പെഷ്യൽ എഡിഷൻ ത്രില്ലറിൻ്റെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ മ്യൂസിക് CD ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, ത്രില്ലർ 40. അപ്പോൾ ഇതിൽ 2 ഡിസ്ക്കായിട്ടാണ് അവർ ഇറക്കിയത്. ആദ്യത്തെ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ആക്ച്വൽ ആൽബം, അതാണ് ഫസ്റ്റത്തെ ഡിസ്ക്. സെക്കൻഡ് ഡിസ്ക് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇറങ്ങിയ വേറെ പാട്ടുകളുടെ ഒരു ശേഖരണമാണ് രണ്ടാമത്തെ ഡിസ്ക്. പിന്നെ ഈ ആൽബത്തിന് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവരുടെ ഒരു മ്യൂസിക് റെക്കോർഡിങ്ങിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒരു കമ്മിറ്റി ഉണ്ട്, RIAA എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അവർ ഈ ആൽബത്തിന് എൻ്റെ സെയിലിനനുസരിച്ച് അവർ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന പരിപാടിയാണ്. ഇനി ട്രിപ്പിൾ ഡയമണ്ട് സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന ഒരു ആൽബമാണ് ത്രില്ലർ ആൽബം. അപ്പോൾ അത്രയ്ക്ക് സെയിൽ നടന്നിട്ടുള്ള ഒരു ആൽബമാണ്. ഈ ലോകത്തിൽ തന്നെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 1 പെടുന്ന ഒരു ആൽബം തന്നെയാണ് ത്രില്ലർ ആൽബം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്, ഇതിൻ്റെ ആർട്ട് വർക്കൊക്കെ എന്താണെന്നും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പാക്ക്. ഇത് കോട്ടിംഗ് ഉണ്ട്, അത് പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. സിൽവർ കളറാണ്. ഈ മൈക്കിൾ ജാക്സൻ്റെ സിൽവർ കളർ ഡ്രസ്സിൻ്റെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കളറാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ ഫോട്ടോ ചെയ്തതിൽ 0 കട്ട് ചെയ്തിട്ട് പണ്ടത്തെ മൈക്കിൾ ജാക്സൻ്റെ ഫോട്ടോ അതിൽ. പിന്നെ ബാക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ പാട്ടിന്. CD 1-ലും CD 2-ലുള്ളത്. CD 2-ൽ പഴയ ആ ത്രില്ലർ ഇറങ്ങിയ സമയത്തുള്ള കുറച്ച് പാട്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാക്കറ്റ്. നമുക്കൊന്ന് പൊട്ടിക്കാം. പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു ഫസ്റ്റ് ലെയറായിട്ട് ഒരു സിൽവർ കളർ ഹാർഡ് ബോക്സാണ്. അതിൽ നിന്ന് നമുക്ക് CD പുറത്തേക്ക് എടുക്കാം. നമ്മൾ CD പുറത്തേക്ക് എടുത്തു. പിന്നെ ബാക്കിൽ ഒരു കാർഡാണ് വെച്ചേക്കണത്. നമ്മൾ ഏതൊക്കെ പാട്ടുണ്ടെന്നുള്ള കാർഡ് എഴുതി വെച്ചേക്കുന്നത് കാർഡാണ്. അപ്പോൾ അത് വേറെ സെക്ഷനാണ്, അത് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് ഫുള്ള് സിൽവർ കളർ, നല്ല തിളക്കമുള്ളത്. അതിൽ 0 കട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഉള്ളിലത്തെ മൈക്കിൾ ജാക്സൻ്റെ ഫോട്ടോ തെളിഞ്ഞ് കാണാം. അപ്പോൾ ഇത് മൈക്കിൾ ജാക്സൻ്റെ പണ്ടത്തെ ത്രില്ലറിൻ്റെ കവർ തന്നെയാണ് ഇതിനുള്ളിൽ. അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മൈക്കിൾ ജാക്സൺ ത്രില്ലർ എന്ന് എഴുതിയിരിക്കുന്നത് പഴയ റൈറ്റപ്പ്. ഇത് CD 1, അതിൽ ഫുള്ളും പാട്ടുകളാണ്, ത്രില്ലറിൻ്റെ പാട്ടുകൾ. ഇപ്പുറത്ത് നമുക്ക് CD 2 ബോണസ് CD ആയിട്ട് തന്നതാണ്. അതിൽ ആ ഏറിയയിലുണ്ടായ കുറച്ച് പാട്ടുകളാണ് വെച്ചേക്കുന്നത്. കവറാണ് നമുക്ക് നോക്കാം. അതിലിപ്പോൾ കുറച്ച് ഫോട്ടോസാണ് ഉള്ളത്. മൈക്കിൾ ജാക്സൻ്റെ ഫോട്ടോ 82-ലുള്ള ഫോട്ടോ ആണ്. അതിൽ ഡീറ്റെയിൽസ്, ഈ ആൽബത്തിന് വേണ്ടി ഡീറ്റെയിൽസ്, പിന്നെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത CD ആണ്. പിന്നെ മൈക്കിൾ ജാക്സൻ്റെ 8 ഗ്രാമി അവാർഡ്സ് എന്തിനൊക്കെയാണ് കിട്ടിയത് ഈ ആൽബത്തിൽ, അത് മെൻഷൻ ചെയ്യുന്നത്. അന്നത്തെ ഫോട്ടോ, ഗ്രാമി അവാർഡ്സ് മേടിച്ചേക്കുന്ന ഫോട്ടോ. ഇതൊക്കെ റെയർ ഫോട്ടോസാണ് ഇതിൽ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് 8 അവാർഡ്സ്. ഇനി ഇവിടെ ആദ്യത്തെ പാട്ടുകളുടെ ലിറിക്സും ആരൊക്കെ ഓർക്കസ്ട്രേഷനിൽ വർക്ക് ചെയ്തതും ആ ഡീറ്റെയിൽസ് ഫുള്ളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ബീറ്റ് ഇറ്റിൻ്റെ വരികളും അതിൻ്റെ കാരിക്കേച്ചറും വരച്ചു വെച്ചേക്കാണ്. ഇതിപ്പോൾ ത്രില്ലർ സോങ്ങിൻ്റെ ഫോട്ടോസ്. ഇത്
ഇതിപ്പോൾ ബീറ്റ് ഇറ്റ് അതിൻ്റെ ഫോട്ടോസാണ് ഉള്ളത്, അതിൻ്റെ ലിറിക്സും കാര്യങ്ങളൊക്കെ. ഇത് ബില്ലി ജീനിൻ്റെ ഫോട്ടോസ്, ലിറിക്സ്, ഓർക്കസ്ട്രേഷൻ, പിന്നെ ബാക്കി പാട്ടുകളുടെയും ലിറിക്സും ഫോട്ടോസാണൊക്കെയാണ്. മേജർ പാട്ടുകളുടെയൊക്കെ ഫോട്ടോസൊക്കെ അടക്കമുണ്ട്. പിന്നെ റെയർ ഫോട്ടോസ് മറ്റേ ത്രില്ലറിൻ്റെ സമയത്തുള്ള ഫോട്ടോസാണ് കൂടുതലും ത്രില്ലർ ആൽബത്തിൽ. ടൈഗർ കബ്ബായിട്ടാണ് നിൽക്കുന്നത് മൈക്കിൾ ജാക്സൺ. പിന്നെ ത്രില്ലർ ഷൂട്ട് ചെയ്ത സമയത്തുള്ള ലൊക്കേഷൻ സ്റ്റിൽസ്, പിന്നെ ഓരോ ഇതിൽ ബോണസായിട്ട് കിട്ടിയ പാട്ടുകളുടെ ഡീറ്റെയിൽസാണ്. അതിൻ്റെ പാട്ട് പാടിയതും ലിറിക്സും അതിൻ്റെ ഓർക്കസ്ട്രേഷനിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റാണ്. മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള റെയർ ഫോട്ടോസ്. ഏറ്റവും അവസാനം മൈക്കിൾ ജാക്സൺ ത്രില്ലറിന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ആർട്ട് വർക്ക്. നമുക്ക് തിരിച്ചതിൻ്റെ ലൊക്കേഷനിൽ വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ അടച്ച് അതിനെ കവർ ഇടുമ്പോൾ ഇത് മൈക്കിൾ ജാക്സൺ എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ചുമ്മാ ഒരു കാർഡ് അവർ അതിൻ്റെ കൂടെ തന്നെന്താണ്. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ വെക്കണം, അപ്പോൾ അത് മിസ്സാവാൻ സാധ്യതയുണ്ട് മിക്കവാറും. ഉള്ളിൽ കയറ്റി വയ്ക്കാൻ പറ്റില്ല, അതിന് അത്രയ്ക്ക് ക്യാപ്പില്ല. അപ്പോൾ അടിപൊളിയാണ് ഇതിൻ്റെ കവറും പാക്കിങ്ങും റെയർ ഫോട്ടോസും ബോണസ് സീഡിയും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൈക്കിൾ ജാക്സൻ്റെ 40 years ത്രില്ലറിൻ്റെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സ്പെഷ്യൽ എഡിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.